വന്നിട്ടുള്ളത് എൻ്റെ സ്കൂളിൻ്റെ വൃത്തിയെപ്പറ്റി പറയാനാണ്. നമ്മുടെ വിദ്യാലയം ശുചിത്വ വിദ്യാലയമായി പ്രഖ്യാപിച്ചത് മുതൽ ഞങ്ങളുടെ ക്ലാസ്സും ഞങ്ങൾ വൃത്തിയാക്കാൻ തീരുമാനിച്ചു. അതിനാൽ ഞങ്ങൾ എന്തെല്ലാമാണ് ചെയ്തതെന്ന് അറിയാമോ? പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഒരു സാധനവും കൊണ്ടുവരരുതെന്നും പുസ്തകത്തിൽ നിന്ന് പേജ് കീറരുതെന്നും തീരുമാനിച്ചു. കൂടാതെ നേരത്തെ വന്ന ക്ലാസ്സും പരിസരവും വൃത്തിയാക്കി. ഞങ്ങൾ എല്ലാ ക്ലാസ്സുകാരും ഇങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ സ്കൂൾ മൊത്തം വൃത്തിയായി. ഇതിന്റെ ഫലമായി ഞങ്ങൾക്ക് സമ്മാനവും കിട്ടി. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന് കേട്ടിട്ടില്ലേ? കൂടാതെ വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിർത്തുന്നു. ഞാൻ RBയിൽ പഠിക്കുന്ന ഫാത്തിമ ഷെയ്ഖയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ക്ലാസ് റൂമിൻ്റെ വൃത്തിയെക്കുറിച്ചാണ്. നമ്മുടെ വിദ്യാലയമായി പ്രഖ്യാപിച്ചത് മുതൽ എൻ്റെ ക്ലാസ് റൂം വൃത്തിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് നാം എന്തെല്ലാമാണ് ചെയ്തതെന്ന് പറയാം. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഒരു സാധനവും ഞങ്ങൾ കൊണ്ടുവരില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കൂടാതെ പുസ്തകത്തിൽ നിന്ന് പേജുകൾ കീറരുതെന്നും ഞങ്ങൾ തീരുമാനിച്ചു. കൂടാതെ നേരത്തെ വന്ന ക്ലാസ് റൂമുകൾ അടിച്ചുവാരി വൃത്തിയാക്കുകയും പരിസരവും വൃത്തിയാക്കും. ഇങ്ങനെ ചെയ്തപ്പോൾ സ്കൂൾ മൊത്തം വൃത്തിയായി. സമ്മാനമായി നമുക്ക് കളിയും തരും. ഒത്തുപിടിച്ചാൽ എല്ലാം റെഡിയാവും. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്ന് നിർത്തുന്നു. ഞാൻ ഫാത്തിമ ജസ്ന AEL പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ശുചിത്വത്തെക്കുറിച്ച് വളർന്നു വരുന്ന വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ 2 വാക്ക് സംസാരിക്കാം. ഞാൻ പഠിക്കുന്ന വിദ്യാലയം ശുചിത്വ വിദ്യാലയമായി പ്രഖ്യാപിച്ചത് മുതൽ ഞാനും എൻ്റെ സഹപാഠികളും ഒരു തീരുമാനത്തിലെത്തി. പ്ലാസ്റ്റിക് കവറുകൾ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരില്ല എന്നും കൂടാതെ ക്ലാസ് റൂം വൃത്തിയാക്കുന്നതിൽ ഒരു പടി ഞാൻ മുന്നിലാണ്. കൂടാതെ വേസ്റ്റ് പേപ്പറുകൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരില്ല എന്നും തീരുമാനിച്ചു. ഇങ്ങനെ എൻ്റെ ക്ലാസ് റൂമും പരിസരവും വൃത്തിയാക്കുന്നതിൽ നമ്മൾ വിജയിച്ചു. അതോടെ നമ്മുടെ വിദ്യാലയം രക്ഷപ്പെട്ടു. അതുപോലെ എല്ലാ ക്ലാസ് റൂമും വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നമ്മുടെ വിദ്യാലയം പൂർണ്ണ ശുചിത്വ വിദ്യാലയമായതിൽ നമുക്ക് അഭിമാനിക്കാം. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് നമ്മുടെ സീഡ് ക്ലബ്ബാണ്. അത്തഹൂർ ഷത്തറുൽ ഈമാൻ ശുദ്ധി ഈമാനിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു. സൈഡിക്ക്